പ്രസംഗമായാലും വികസന പ്രഖ്യാപനമായാലും കൺമുന്നിൽ കുരുന്നുകളെ കണ്ടാൽ മോദി മറ്റൊന്നും കാണില്ല. ഭാരതീയർ തന്നെയാണ് എന്നും അദ്ദേഹത്തിന്റെ കുടുംബം. അസമിലെ കലിയാഭോറിൽ ഞായറാഴ്ച നടന്ന പൊതുസമ്മേളനത്തിനിടെ തന്നെ കാണാൻ ചിത്രങ്ങളുമായി എത്തിയ കൊച്ചുകുട്ടികളെ കണ്ട് അദ്ദേഹം തന്റെ പ്രസംഗം അല്പനേരം നിർത്തിവെച്ചു. സദസ്സിലിരുന്ന് തന്റെ ചിത്രങ്ങൾ ഉയർത്തിപ്പിടിച്ച കുരുന്നുകളുടെ സ്നേഹത്തിന് മുന്നിൽ പ്രധാനമന്ത്രി സ്നേഹപൂർവ്വം കീഴടങ്ങുകയായിരുന്നു. അടിവരയിട്ട് പറയാം, ഇതാണ് യഥാർത്ഥ ജനസേവകൻ. അടുത്തു വരുമ്പോൾ ജനങ്ങളെ ഓട്ടിപ്പായിക്കുന്ന നേതാക്കൾ മാതൃകയാക്കണം ഇത്. പശ്ചിമ ബംഗാളിലും അസമിലുമായി 3250 കോടിയുടെ വികസന പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യുന്ന തിരക്കിനിടയിലാണ് കലിയാഭോറിൽ ഈ സുന്ദര നിമിഷങ്ങൾ അരങ്ങേറിയത്. പ്രസംഗത്തിനിടെ സദസ്സിലെ മുൻനിരയിൽ സ്വന്തമായി വരച്ച ചിത്രങ്ങളുമായി നിൽക്കുന്ന കുട്ടികളെ പ്രധാനമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെട്ടു. വെയിലത്ത് ചിത്രങ്ങൾ ഉയർത്തിപ്പിടിച്ച് ഏറെ നേരം നിൽക്കുന്നത് അവരെ തളർത്തുമെന്ന് മനസ്സിലാക്കിയ അദ്ദേഹം ഉടൻ തന്നെ മൈക്കിലൂടെ തന്റെ ടീമിനോട് നിർദ്ദേശം നൽകി. എന്റെ ടീമിലെ അംഗങ്ങളോട് ഞാൻ ആവശ്യപ്പെടുന്നു, ആ കുട്ടികൾ കൊണ്ടുവന്ന ചിത്രങ്ങൾ ദയവായി ശേഖരിക്കുക. വെയിലത്ത് അവർ അത് ഉയർത്തിപ്പിടിച്ച് നിൽക്കുകയാണ്, അവരുടെ കൈകൾ വേദനിക്കും. ആ പെയിന്റിങ്ങുകൾ എനിക്ക് എത്തിച്ചു തരൂ എന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. കുട്ടികളുടെ പേരും വിലാസവും ചിത്രത്തിന് പിന്നിൽ രേഖപ്പെടുത്താൻ നിർദ്ദേശിച്ച അദ്ദേഹം ഓരോരുത്തർക്കും താൻ നേരിട്ട് കത്തയക്കുമെന്ന് ഉറപ്പു നൽകി. പ്രധാനമന്ത്രിയുടെ ഈ കരുതൽ കണ്ട സദസ്സ് വലിയ ആഘോഷത്തോടെയാണ് ഇതിനെ വരവേറ്റത്. കൂടാതെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കുട്ടികളോടുള്ള സ്നേഹം പലപ്പോഴും അദ്ദേഹത്തിന്റെ പ്രസംഗത്തിലൂടെയും പൊതുപരിപാടികളിലും വ്യക്തമാണ്. കുട്ടികളിൽ നിന്നുള്ള സമ്മാനങ്ങൾ സ്വീകരിക്കുകയും അവരെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നതിലൂടെ ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ പോലുള്ള പരിപാടികളിലൂടെ പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് ഊന്നൽ നൽകുന്നതിലൂടെയും ഇത് കാണാം. കുട്ടികൾ നൽകുന്ന ചിത്രങ്ങൾക്കും സമ്മാനങ്ങൾക്കും അദ്ദേഹം വലിയ വില കൽപ്പിക്കുന്നുണ്ട്. ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും അവരുടെ ക്ഷേമം ഉറപ്പാക്കുന്നതിനും സമർപ്പിതമായ ഒരു ജനനേതാവാണ് നരേന്ദ്രമോദി. ജനങ്ങളുടെ ഇടയിലിരിക്കുകയും അവരുടെ സന്തോഷങ്ങൾ പങ്കുവെക്കുകയും അവരുടെ സങ്കടങ്ങൾ ലഘൂകരിക്കുകയും ചെയ്യുന്നതിനേക്കാൾ അദ്ദേഹത്തിന് സംതൃപ്തി നൽകുന്ന മറ്റൊന്നില്ല. ഭൂമിയിലുള്ള ആളുകളുമായുള്ള അദ്ദേഹത്തിന്റെ ശക്തമായ വ്യക്തിബന്ധം ശക്തമായ ഓൺലൈൻ സാന്നിധ്യത്തിലും പൂരകമാണ്. ഇന്ത്യയിലെ ഏറ്റവും സാങ്കേതിക വിദഗ്ധനായ നേതാവായി അദ്ദേഹം അറിയപ്പെടും. ആളുകളിലേക്ക് എത്തിച്ചേരാനും അവരുടെ ജീവിതത്തിൽ മാറ്റം കൊണ്ടുവരാനും അദ്ദേഹം വെബ് ഉപയോഗിക്കുന്നുണ്ട്. യൂട്യൂബ്, ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇൻസ്റ്റഗ്രാം എന്നിവയുൾപ്പെടെയുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും അദ്ദേഹം വളരെ സജീവമാണ്. 1950 സെപ്റ്റംബർ 17 ഗുജറാത്തിലെ ഒരു ചെറിയ പട്ടണത്തിലാണ് മോദി ജനിച്ചത്. സമൂഹത്തിലെ പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗങ്ങൾക്കിടയിലുള്ള മറ്റു പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ടതായിരുന്നു അദ്ദേഹത്തിന്റെ കുടുംബം. നീക്കിവെക്കാൻ പണമില്ലാതെ ദരിദ്രമെങ്കിലും സ്നേഹസമ്പന്നമായ ഒരു കുടുംബത്തിലാണ് അദ്ദേഹം വളർന്നത്. ജീവിതത്തിലെ പ്രാരംഭ പ്രയാസങ്ങൾ കഠിനാധ്വാനത്തിന്റെ മൂല്യം പഠിപ്പിക്കുക മാത്രമല്ല, സാധാരണക്കാരുടെ ഒഴിവാക്കാനാവാത്ത കാഴ്ചപ്പാടുകൾ അവനെ തുറന്നു കാട്ടുകയും ചെയ്തു. ഇത് വളരെ ചെറുപ്പം മുതലേ ജനങ്ങൾക്കും രാജ്യത്തിനും വേണ്ടിയുള്ള സേവനത്തിന് മുഴുകാൻ അദ്ദേഹത്തെ പ്രചോദിപ്പിച്ചു. തന്റെ പ്രാരംഭ വർഷങ്ങളിൽ രാഷ്ട്ര നിർമ്മാണത്തിനായി അർപ്പിതമായ ദേശീയ സംഘടനയായ രാഷ്ട്രീയ സ്വയം സേവക് സംഘവുമായി പ്രവർത്തിച്ച അദ്ദേഹം പിന്നീട് ദേശീയ സംസ്ഥാന തലങ്ങളിൽ ഭാരതീയ ജനതാ പാർട്ടി സംഘടനയുമായി ചേർന്ന് രാഷ്ട്രീയത്തിൽ സ്വയം സമർപ്പിച്ചു. ഇന്ന് ഇന്ത്യ മഹാരാജ്യത്തിന്റെ പ്രധാനമന്ത്രി ആയിരിക്കുമ്പോൾ രാജ്യത്തെ ഓരോ കുരുന്നിന്റെ മനസ്സിലും യഥാർത്ഥ ജനസേവകൻ എന്നാൽ മോദിയുടെ മുഖമാണ് വരിക. വെബ് ഡെസ്ക് കർമ്മ ന്യൂസ്.